ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ. മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം കാരുണ്യവാനായ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യഖ്ലിബുഹാ കൈഫ യശാ. അത് എങ്ങനെയും തിരിച്ചും മറിച്ചുമാക്കാൻ അല്ലാഹുവിന് കഴിയും എന്ന്. അള്ളാഹ്ക്ക് വിരലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ആ വിരല് അള്ളാഹുവിന്റെ കയ്യ്, യദുല്ലാഹി ഫൗഖ ഐദീഹിം, അതിനൊക്കെ വ്യാഖ്യാനിക്കണം എന്നാണ് അഹ്ലുസുന്നയുടെ സമീപനം. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞങ്ങളുടെ വാദമാണല്ലോ നിങ്ങളും അംഗീകരിച്ചത്, അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നാണോ നിങ്ങൾ ഈ ഹദീസ് സ്ഥിരപ്പെടുത്തുന്നുവോ എന്ന് ചോദിച്ചു. സ്വഹീഹാണ്, ഈ ഹദീസിലെ ആശയം ശരിയാണോ എന്ന് ചോദിച്ചു. അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ തങ്ങൾ പറഞ്ഞു ശരിയാണ്. എന്നാൽ അള്ളാഹ്ക്ക് വിരലുണ്ട് എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അള്ളാഹുവിന് വിരലുണ്ട് എന്നത് നബി തങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നു. ഹാദാ തശ്ബീഹുൻ വഹാദാ തജ്സീം. മുഷബ്ബിഹത്തിന്റെ വാദം, മുജസ്സിമയുടെ വാദം എന്നൊക്കെ പറയുന്നത് ഇൽമുൽ കലാമിന്റെ ചർച്ചയിൽ വരുന്ന വിഷയമാണത്. അള്ളാഹു ഒരു മനുഷ്യനെ പോലെയാണെന്നോ, അള്ളാഹുവിന്റെ മനുഷ്യരുടേതോ ജീവികളുടേതോ അവന്റെ സൃഷ്ടികളുടേതോ ആയ ഏതെങ്കിലും ഒരു രീതി അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ പാടില്ല. അതാണ് നമ്മുടെ തൗഹീദ്. അള്ളാഹ്ക്ക് കയ്യും കാലുണ്ടെന്ന് പറയരുത്. അള്ളാഹു ഇന്ന സ്ഥലത്താണ് പറയാൻ പാടില്ല. ഇന്ന സമയവും സ്ഥലവും അള്ളാഹുവിന്റെ ബാധകമല്ല. അല്ലാഹ് ട്രാൻസെൻഡ്സ് ദ ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻസ്. അള്ളാഹുവിനെ ഒരു സമയത്തേക്കോ ഒരു സ്പേസിലേക്കോ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാഹ് ഈസ് ട്രാൻസെൻഡന്റ്. അല്ലാഹു മുനസ്സഹാൻ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. നമ്മുടെ അഖീദ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മാറുകയാണ്. അയാൾ പറഞ്ഞു, പറഞ്ഞു ഇത് തജ്സീമാണ്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയലാണല്ലോ പച്ചയായിട്ട്, അങ്ങനെ ഹദീസിൽ വന്നില്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ ഇത് നിഷേധിക്കുന്നത്? ഇന്നത്തെയും കുഴപ്പം തന്നെയാണ്. ഹദീസിൽ വന്നല്ലോ, പിന്നെന്താ? പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹിനെ കുറിച്ച് നബി തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും അലാ 11 റക്അ 11 റക്അത്തിനേക്കാൾ കൂടുതൽ ചെയ്തിരുന്നില്ല എന്ന് ആയിഷ ബീവിന്റെ ഹദീസ് ഉണ്ടായിരിക്കെ നിങ്ങൾ എന്താ സുന്നികളൊക്കെ 20 എന്ന് പറയുന്നത്? അല്ലേ പറയലേ? ഹദീസ് അങ്ങനെയല്ലേ? പിന്നെ അത് ശരിയല്ലേ? ഹദീസ് സ്വഹീഹാൻ. പക്ഷെ തറാവീഹ് 20 എന്നതിന്റെ തെളിവ് ഇജ്മാഅാണ്, ഈ ഹദീസല്ല. ഇജ്മാഉൽ മുസ്ലിമീൻ. ഹദീസും ഖുർആനും കഴിഞ്ഞ് ഇജ്മാഉം ഖിയാസുണ്ട്, ദീനിന്റെ പ്രമാണമാണ്. ഇജ്മാഅ് കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു വിഷയം ഒരു ഹദീസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പുത്തനാശയക്കാർ ചർച്ച ചെയ്യുക. അത് ഹദീസ് കൊണ്ടല്ല, ഹദീസല്ല. 20 റക്അത്താണ് തറാവീഹ് എന്നതിന്റെ പ്രമാണങ്ങൾ. നമ്മൾ ഹദീസുകൾ ഒരു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് വെച്ചിട്ട് അങ്ങോട്ട് ചർച്ച നടത്തുകയാണ്. ആ ഹദീസല്ല അതിന്റെ തെളിവ്. ആ ഹദീസിനപ്പുറം ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ ഏകകണ്ഠമായി ഏകോപിച്ച വിഷയമാണ്. The general consensus of the ulama. ഈ ഉമ്മത്തിന്റെ പൊതുവായ അംഗീകാരമുള്ള ഇജ്മാഉള്ള വിഷയമാണ്. അതാണ് തറാവീഹ് 20ന്റെ തെളിവ്. ഹദീസുകൾ നമുക്ക് ഓതാം, തിരിച്ചിങ്ങോട്ടും ഹദീസ് പറയാം. പക്ഷെ ദീനിന്റെ പ്രമാണങ്ങൾ ഹദീസ് മാത്രമല്ല എന്ന് നമ്മുടെ പുത്തനാശയക്കാർ മനസ്സിലാക്കുന്നില്ലല്ലോ. വലിയ അത്ഭുതമാണ്. ഉസൂലുകൾ, ജമ്മുൽ ജവാമിയോ ഏതെങ്കിലും ഒരു ചെറുതോ വലുതോ ആയ കിതാബുകൾ അവരൊന്ന് എടുത്തു നോക്കിയാൽ തീരാവുന്ന വിഷയമുള്ളൂ. നമ്മുടെ ഈ സംവാദങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു ഇൽമു തരട്ടെ, ഇൽമിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. ഈ ചോദ്യമാണ് ഇയാൾ ചോദിക്കുന്നത്. വാസിഖ് ബില്ലയുടെ ചോദ്യം അതാ. കണ്ടില്ലേ ഹദീസിൽ അള്ളാന്റെ വിരൽ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അള്ളാഹ്ക്ക് വിരലുണ്ട് എന്ന് വന്നില്ലേ? മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇക്ക് ദേഷ്യം വന്നു. ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അൻത വൽ ഇൽം. നിങ്ങൾക്ക് ഇൽം എന്തറിയാം? ദീനിന്റെ ഇൽം എന്തറിയാം? what credibility do you have? എന്ത് ദീൻ പറയാനുള്ള എന്ത് അർഹതയാ നിങ്ങൾക്കുള്ളത്? ഹദീസ് ചർത്തം വെക്ക്, നിങ്ങൾ രാജാവോ? അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് ദേഷ്യം അടക്കാൻ പറ്റിയില്ലേ? ഒരു വാക്കുകൂടെ അങ്ങോട്ട് പറഞ്ഞു പോയി. എന്താണെന്നറിയോ? കൈഫ തതകല്ലമു ഫീ മസായിലിൽ ഇൽമി വഅൻത ലാ തുത്ഖിനുഹാ. നിങ്ങൾക്കറിയാത്ത വിഷയം നിങ്ങൾ എങ്ങനെയാണ് ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ, ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ ഫീ റഹിമി ഖൈന. പാട്ടുപാടുന്ന ഒരു അടിമപ്പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഒരു കള്ളുകുടിയനായ മനുഷ്യന്റെ ബീജത്തിൽ നിന്നുണ്ടായ ആളല്ലേ നിങ്ങൾ? നിങ്ങളാണോ ഹദീസിനെ പറ്റി പറയുന്നത്? സുബ്ഹാനല്ലാഹ്. വാപ്പ കള്ളു കുടിച്ചിട്ട് ഒരു അടിമപ്പെണ്ണിന്റെ
കൂടെ കടന്നിട്ടുണ്ടായ മോനാണ് ഈ വാസിഖ് ബിൻ. അത് മൂപ്പർക്ക് അറിയാം, നാട്ടുകാർക്ക് അറിയാം, പക്ഷെ ആരും ഇത് പറയൂല. ഇദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് അർത്ഥം വെച്ചിട്ട് ആലിമീങ്ങൾ പറഞ്ഞു തരുന്ന അർത്ഥം തെറ്റാണ് എന്ന് നീ പറയാ അല്ലേ? അത് പറയാൻ എന്ത് യോഗ്യത നിനക്കുണ്ട് വാസിഖേ? എന്ത് യോഗ്യതയുണ്ട്? നീ എന്ന് പറയുന്നത് കള്ളുകുടിയനായ ഒരു പിതാവിന്റെ ബീജം പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു അടിമപ്പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കടന്നുണ്ടായ മോനല്ലേ നീ? വാസിഖ് തലതാഴ്ത്തിപ്പോയി. തലതാഴ്ത്തിന്ന് മാത്രല്ല, പിന്നെ അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? പിടിച്ചു കൊണ്ടുപോയി തുറങ്കലിൽ അടക്കണം അഹ്മദ് ബിൻ നസ്റിനെ എന്ന് ഉത്തരവ് ചെയ്യുന്നു മഹാനായ അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ തങ്ങൾ. നേരത്തെ പറഞ്ഞ മഹാന്തങ്ങളെ പോലെ കുരിശിലേറ്റപ്പെട്ട് ക്രൂശിക്കപ്പെട്ട മഹാനാണ് അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി വാദിച്ചതാ. നമ്മളെ കടം കള്ളിയും പെരല്ല കുട്ടികൾക്ക് കെട്ടിട്ടിച്ചിട്ടില്ല. നമ്മൾ ഇതിന്റെ സ്വല്ല നടക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ എത്ര വലുതാണ്! എന്തെല്ലാം വിഷയങ്ങൾ ദീനിന്റെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എത്രയാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നമ്മളെ കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല പറയും. എന്റെ കുട്ടിക്ക് അസുഖം കൊണ്ട് ദ്വാരക്കണം കേട്ടോ, എനിക്ക് അസുഖം കൊണ്ട് ദ്വാരക്കണം കേട്ടോ, എന്റെ കുട്ടിക്ക് വിസ കിട്ടിയിട്ടില്ല ദ്വാരക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, നമുക്ക് ദ്വാരക്കാം. പക്ഷെ ദീനിന്റെ വിഷയങ്ങളിൽ എന്തെല്ലാം ഉണ്ട്. നമ്മുടെ വീടാണ് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊന്നും ലോകമില്ലേ? ലോകത്ത് ആലിമീങ്ങൾ ചെയ്യുന്ന ത്യാഗം എത്രയാണ്, പണ്ഡിതന്മാർ ചെയ്യുന്ന ത്യാഗം എത്രയാണ്. ഈ ഉമ്മത്തിലേക്ക് നമ്മുടെ ദീനും നമ്മുടെ ഖുർആനും നമ്മുടെ നിസ്കാരവും നമ്മുടെ വാങ്കുവിളിയും നമ്മിലേക്ക് കൈമാറി വന്ന പൈതൃകത്തിന്റെ സുശക്തമായ ആ ഒരു മനോഹരമായ മഹാസ്തംഭങ്ങളായ ആലിമീങ്ങൾ, അവരൊക്കെ കടുത്ത കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് ഈ ദീൻ നമ്മുടെ കൈകളിലേക്ക് തന്നത്. നമ്മൾ തർക്കിച്ചിരിക്കുകയാണ്. പള്ളിക്ക് മുമ്പിൽ പള്ളി, മദ്രസക്ക് മുമ്പിൽ മദ്രസ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകൾ. സുബ്ഹാനല്ലാഹ്. കൈ കിട്ടിയിട്ട് വാപ്പമാരൊക്കെ സമ്പാദിച്ചിട്ട് പിശുക്കന്മാരായ വാപ്പമാര് മരിച്ചുപോയാലുണ്ട് മക്കള് വാപ്പയുടെ സമ്പത്തിനെ ചൊല്ലി തർക്കിക്കൽ. അതുപോലെയാ നമ്മുടെ കഥ. സുബ്ഹാനല്ലാഹ്. ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കൈകളിലേക്ക് മഖ്ദൂമി കുടുംബങ്ങളിലൂടെ ആലിമീങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ മഹത്തായ ദീൻ നമ്മൾ അത് വെച്ച് കളിക്കുകയാണ്. എവിടെ? നമ്മുടെ തലകളിൽ കത്തുന്ന നേരത്ത് നമ്മൾ മലകളിൽ കത്തുന്നതാ കാണുന്നത്. നമ്മുടെ സ്വന്തം കാലിനടിയിൽ നിന്ന് മണ്ണ് നീങ്ങിപ്പോകും നമ്മൾ ആരും കാണുന്നില്ല. നമ്മൾ നിലകൊള്ളുന്ന രാജ്യം എവിടെയാണ്? നമ്മുടെ ചുറ്റുപാടുകൾ എന്താ? ഈ ഉമ്മത്തിന്റെ ഭാവി എന്താ? അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ നമ്മുടേതായ ഒരു കൊച്ചു ലോകത്ത് കിടന്ന് കറങ്ങാൻ. മഹാനായ അഹ്മദ് ബിൻ നസ്ർ ഖുസാഇ തങ്ങളെ കുരിശിൽ തറക്കപ്പെട്ടത് കാണുമ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി സുനിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ. ഈ മഹാനായ മനുഷ്യൻ ഒരു പണ്ഡിതൻ ചെയ്യേണ്ട ധർമ്മം ചെയ്തിരിക്കുകയാണ്. സത്യസന്ധമായ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിലാണ് ഇങ്ങനെ കുരിശിലേറ്റപ്പെട്ടത് എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹു ആ മഹാനെ നോക്കി പറയുമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ എന്നവരും ഇതുപോലെ ജയിലിലടക്കപ്പെട്ട ആളാണ്. ജയിലിൽ 40 കൊല്ലം. 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞില്ലേ കാലം. ഇപ്പോ നാസർ മഅദനി ഉസ്താദ് ബാംഗ്ലൂരിൽ കഴിയുന്നുണ്ട് അല്ലേ? വിചാരണ തടവുകാരനായിട്ട്. അള്ളാഹു അദ്ദേഹത്തിന് മോചനം കൊടുക്കട്ടെ. എന്തെല്ലാം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിരപരാധിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ തടങ്കലിലായി കിടക്കുന്നത് വളരെ ദാരുണമാണ്. അള്ളാഹു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. അള്ളാഹു മോചനം നൽകട്ടെ. എത്രയോ ജയിലുകളിൽ എത്രയോ നിരപരാധികൾ കിടക്കുന്നുണ്ട്. നിരപരാധികൾ. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നാടുകടത്തപ്പെടുന്ന ആളുകൾ, ദീനിന്റെ പ്രബോധകന്മാർ, ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ, അവർ ഏതെല്ലാം ആശയങ്ങളോ ഏതെല്ലാം ചിന്താഗതികളോ ആകട്ടെ, മൊത്തത്തിൽ ഇസ്ലാമിക പ്രചാരകർ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഇസ്ലാമിനോടുള്ള വിരോധം, അവർ ഏതെങ്കിലും ആശയങ്ങളിൽ ഇസ്ലാമിന്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടത് കൊണ്ടല്ല അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടുന്നത്. മുസ്ലിമായതിന്റെ പേരിൽ അല്ലേ?
നമ്മൾ അങ്ങനെ വീക്ഷണങ്ങൾ, കാര്യങ്ങളെ നമ്മൾ അങ്ങനെ വ്യക്തതയോടുകൂടെ നോക്കിക്കാണുമ്പോൾ നമ്മൾ അറിയണം, ഇസ്ലാം പരീക്ഷണങ്ങൾ അതിജീവിക്കുന്ന ദീനാണ്. ഞാൻ ചൊല്ലിവെച്ച ആ ഒരു കവിത മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെതാണ്. മുഹമ്മദ് അലി ജൗഹർ അന്ത്യവിഷമം കൊള്ളുന്ന മസ്ജിദുൽ അഖ്സയിലാണ്. നമ്മുടെ ചെങ്കടൽ കണ്ട ആളുകൾ തീർച്ചയായും മസ്ജിദുൽ അഖ്സ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് കൈപൊക്കിയാട്ടെ, കണ്ടിട്ടില്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ, മാഷാ അല്ലാഹ്, മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോയിട്ടുണ്ടോ? മസ്ജിദുൽ അഖ്സയിൽ നമ്മുടെ പള്ളിയിലേക്ക് നിന്നാൽ പള്ളിയുടെ മിഹ്റാബ് നമ്മുടെ മുമ്പിലാണെങ്കിൽ നമ്മുടെ വലതുഭാഗത്ത് ഇത് മൗലാന മുഹമ്മദ് അലി ജൗഹർ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കാണാൻ പറ്റും, വലതുഭാഗത്ത് സിയാറത്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നാൽ കുറച്ച് താഴെയാണ് ബുറാഖിനെ കെട്ടിയിട്ട വട്ടക്കണ്ണിയുള്ളത്. മെഹ്റാജിന് പോകുമ്പോൾ അതൊക്കെ ഇന്നും അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ അനശ്വരമായ കവിതയാണത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ പേരക്കിടാവ് കർബലായിൽ ദാരുണമായി യസീദിന്റെ ശിങ്കിടിമാരാൽ അറുകൊല ചെയ്യപ്പെട്ടപ്പോ മുഹമ്മദ് അലി ജൗഹർ അതിനെ കുറിച്ച് പാടിയതാണ്. ഖത്ലേ ഹുസൈൻ, ഖത്ലേ ഹുസൈൻ ദർ അസ്ൽ മർഗേ യസീദ് ഹൈ, क़त्ले हुसैन दर असल मर्गे यजीद है, इस्लाम जिंदा होता है हर करबला के बाद. കർബലായിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണമല്ല, മർഗേ യസീദ് ഹേ, മഹാനവറുകളെ കൊല്ലാൻ പ്രേരണ ചെയ്ത യസീദിന്റെ മരണമാണ്. യസീദാണ് അവിടെ മരിച്ചത്, ഹബീബിന്റെ പേരക്കുട്ടിയല്ല. ഇസ്ലാം സിന്ദ ഹോതാ ഹേ, ഇസ്ലാം സിന്ദ ഹോതാ ഹേ ഹർ കർബല കെ ബാദ്. ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചുകൊണ്ടിരിക്കും. ഏതൊരു പ്രയാസത്തിന് ശേഷവും ഈ ദീനത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ പറ്റില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഇല്ലായ്മ ചെയ്യുകയും പുതിയ ചില ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ രീതി. നമ്മളെ കൊണ്ടല്ല ഇസ്ലാം നിൽക്കുന്നത്, അത് അള്ളാഹുവിന്റെ റബ്ബാനിയായ ദീനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആനും ഈ ഇസ്ലാമും ഞാനാണ് ഇറക്കിയത്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാലം വരേക്കും അവിടെ നിലനിർത്തേണ്ടത് എന്റെ ബാധ്യതയാണ്, ഞാനത് ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. പക്ഷെ അതിൽ കൂടിയാൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മളാരും ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അള്ളാഹുവിന്റെ റബ്ബാനിയായ ഒരു തിരുനോട്ടത്തിൽ നിലനിൽക്കുന്ന ദീനാണത്. ഇസ്ലാം മുസ്ലിങ്ങളെ കൊണ്ടാണെങ്കിൽ ഇത് ഇസ്ലാമൊക്കെ പോയിട്ടുണ്ടാവും ലോകത്തുനിന്ന്. ഇസ്ലാം നിലനിൽക്കുന്നത് മുസ്ലിമീങ്ങളെ കൊണ്ടാണെങ്കിൽ, അത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ, ഇസ്ലാം എന്നോ മൺമറഞ്ഞു പോയിട്ടുണ്ടാവുന്ന. പക്ഷെ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ ഒരു തീരുമാനം കൊണ്ടാണ്. നമ്മളാരും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും അള്ളാഹു ചില ആളുകളെ കൊണ്ട് ഇവിടെ നിലനിർത്തും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് ഈ കാണുന്ന അത്ഭുതങ്ങൾ. ജഹാൻ മേ അഹ്ലെ ഈമാൻ, ജഹാൻ മേ അഹ്ലെ ഈമാൻ सूरते खुर्शीद जीते हैं, जहां में अहले ईमान सूरते खुर्शीद जीते हैं. इधर डूबे उधर निकले, उधर डूबे इधर निकले. इस्लाम की फितरत में, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे. ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നത് സൂര്യനെ പോലെയാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് സൂര്യശോഭയെ പോലെയാണ്. നിത്യമായ അസ്തമയമില്ല. ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇസ്ലാമിന് നിത്യമായ ഒരു അസ്തമയമില്ല എന്ന് പാടിപ്പോയ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം കി ഫിത്രത്ത് മേ ഖുദ്റത് നെ ലചക് ദി ഹൈ, ഇസ്ലാം കി ഫിത്രത്ത് മേ ഖുദ്റത് നെ ലചക് ദി ഹൈ, യെ ഉത്നാ ഹി ഉഭരേഗാ ജിത്നാ കെ ദബാഓഗേ. ഇസ്ലാം ഒരു റബ്ബർ ബന്ദ് പോലെയാണ്. എത്രയാണോ നിങ്ങൾ അതിനെ എത്രയാണോ എറിയുന്നത്, ആ സ്പീഡിൽ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. താഴേക്ക് എറിഞ്ഞാൽ അത് മേലോട്ട്
താഴേക്കെറിഞ്ഞാൽ മേലോട്ട് പൊന്തുന്ന പോലെ അടിച്ചമർത്തുമ്പോൾ ഇസ്ലാം അതിലേറെ ശക്തിയോടുകൂടെ തിരിച്ചു വരും. നമ്മുടെ സഹോദരിമാർ ഇസ്ലാമിന്റെ സംസ്കാരമോ വേഷമോ ഇസ്ലാമിന്റെ ആചാരമോ കൊണ്ടു നടക്കാതിരുന്നാൽ എന്ത്? എത്രയോ വലിയ വലിയ ആളുകൾ ഈ ദീനിന്റെ ഹിജാബ് ധരിക്കാൻ മുന്നോട്ട് വരാൻ. ഞാനിപ്പോ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. സിനീഡ് ഓ കോണർ എന്ന് പറയുന്ന ഐറിഷുകാരിയായ ഒരു സിംഗറുണ്ട്. വലിയ വലിയ ഹിറ്റ് ഗാനങ്ങളൊക്കെ ലോകത്തിന് സമ്മാനിച്ച ഒരു ഐറിഷ് പാട്ടുകാരിയാണ്. സിനീഡ് ഓ കോണർ അവരുടെ പേര് സിനീഡ് ഓ കോണർ. അവരിന്ന് ഹിജാബ് ധരിച്ച പെണ്ണാണ്. അവര് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഐ ഹാവ് അക്സെപ്റ്റഡ് ഇസ്ലാം. ഞാൻ ഇന്നു മുതൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഐറിഷുകാരിയാണ്. നമ്മൾ ആലോചിക്കണം, യൂറോപ്പിൽ ഇസ്ലാം അടിച്ചു കയറാൻ മുസ്ലിമീങ്ങളായ ആളുകളെ പോലും കവച്ചു വെക്കുന്ന ഈമാനിക പ്രഭയിൽ മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഹിജാബ് വേണം. നമ്മളെ പെൺകുട്ടികളെ ഹിജാബ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ടോ നോക്കി നടക്കുന്നത്. ഹിജാബ് ഞങ്ങൾക്ക് വേണം. മോം ഐ ആം എ മുസ്ലിം. അമേരിക്കക്കാരി പെൺകുട്ടികൾ ഉമ്മ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു പറ്റം കനേഡിയൻ മുസ്ലിമീങ്ങളുടെ ഒരു പറ്റം യുവതികളുടെ ഒരു യൂട്യൂബ് കാണാൻ കഴിയും. മോം ഐ ആം എ മുസ്ലിം. ഉമ്മ ഞാൻ മുസ്ലിമാണ് കേട്ടോ. വൈ ബ്രിട്ടീഷ് ഗേൾസ് ആക്സെപ്റ്റ് ഇസ്ലാം? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായ പെൺകുട്ടികൾ ഇസ്ലാം സ്വീകരിക്കുന്നത്? യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവര് പറയാ, ശരീരം കാണിച്ച് ഞങ്ങൾ കുറെ നടന്നു. ശരീരത്തിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ച് സ്ട്രീറ്റിലും ബീച്ചിലൊക്കെ ഞങ്ങൾ നടന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ആട്ടും തുപ്പുമാണ്. ഞങ്ങളെ നോക്കുന്ന കഴുക കണ്ണുകൾ. പക്ഷേ വ്യഭിചാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുന്ന വേസ്റ്റ് പോലെ ഞങ്ങൾ നടന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ഹിജാബിലേക്ക് വന്നപ്പോ we got honor. ഞങ്ങൾക്ക് ബഹുമാനം കിട്ടി, റെസ്പെക്ട്, ആദരവ് കിട്ടുന്നു. മനുഷ്യത്വം ഇവിടെയാണ്. ഒരു പെണ്ണവളുടെ ശരീരം മറച്ചാണ് നടക്കേണ്ടത്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അഴിഞ്ഞാടി നടന്ന ഒരു സമൂഹം ഹിജാബ് ധരിക്കാൻ വേണ്ടി മുന്നോട്ട് വരാം. സുബ്ഹാനല്ലാഹ്. എത്രയോ യുക്തിവാദികൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് മുസ്ലിം പേരുള്ള യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് സൂക്ഷിച്ചോളി. ഒരു ജബ്ബാർ മാഷും ഒരു അയ്യൂബ് മാഷും ഒക്കെ ഉണ്ട്, അയ്യൂബ് മൗലവിയൊക്കെ ഉണ്ട്. യുക്തിവാദികളാ. എവിടെ നിന്ന് കിട്ടിയെന്നാവോ ഈ പേര്? ആ കുടുംബത്തിന്, ഈ ഉമ്മത്തിനെ അപമാനമായിട്ട് വരികയാണ്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. പ്രസംഗിക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ഫ്രീ തിങ്കേഴ്സ്, അങ്ങനെ ഉണ്ട് ഒരു വിഭാഗം. വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഫ്രീ തിങ്കേഴ്സ്. ദയവ് ചെയ്തിട്ട് അടുപ്പിക്കണ്ട. ഈമാൻ അങ്ങോട്ട് ഊരിക്കൊണ്ടുപോയതിന് ശേഷമേ നമ്മൾ അറിയുള്ളൂ. ഇവരൊക്കെ ബോധം തെളിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി പോയി മുമ്പോട്ട് എത്തിയിട്ടുണ്ടാവും. ഇവർക്ക് ബോധം തെളിയുമ്പോഴേക്കും ഇവരെ കേട്ടുപഠിച്ച ആളുകളൊക്കെ യുക്തിവാദത്തിലൂടെ മരിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന നമ്മുടെ ഇതൊന്നും യുക്തിവാദം ഒരു കുന്തും തിരിയാതെയാണ് ഇവരൊക്കെ ഈ പറയുന്നത്. ഇവർക്ക് യുക്തിവാദം തന്നെ ഇസ്ലാം ശരിയില്ല എന്ന് പറയാൻ അപ്പൊ ഇവരാകെ പഠിച്ചത്. യുക്തിവാദം എന്താന്ന് ഇപ്പോഴും പറയുന്നില്ല അവര്. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. വലിയ ജെഫ്രി ലാങ്ങിന്റെ സ്പീച്ചൊക്കെ കാണാൻ പറ്റും, യൂട്യൂബിലെ കാണും. 2-3 മണിക്കൂറൊക്കെ ജെഫ്രി ലാങ്. അദ്ദേഹം യുക്തിവാദിയാണ്. An atheist perspective to Islam. ടൈപ്പ് ചെയ്താൽ മതി. An atheist perspective to Islam. ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വീക്ഷണം. പ്രഗത്ഭനായ ജെഫ്രി ലാങ്ങിന്റെ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. നമ്മുടെ നാട്ടിലെ യുക്തിവാദികളെ പോലല്ല, ശരിക്കുള്ള യുക്തിവാദികളാണ്. അവർക്ക് മനസ്സിലായി ഇസ്ലാം അതാണ് യുക്തി എന്ന്. തിരിച്ചു വന്നു. യുക്തിവാദികളോട് സംവദിക്കുന്ന ഹംസ സോർക്കിസ്, ഗ്രീക്കുകാരൻ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹംസ സോർക്കിസ്, അദ്ദേഹം മുമ്പ് ആ പേരിലല്ല, അദ്ദേഹം പേര് മാറിയതാണ്. യുക്തിവാദിയായിരുന്നു, ഇസ്ലാമിലേക്ക് വന്നതാണ്. ഒരുപാട് ആളുകൾ നിരനിരയായി കിടക്കുകയാണ്. ഇവിടെ അസ്തമിക്കുമ്പോൾ അവിടെ ഉദിക്കുകയാണ്. നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാം വേണം, ഞങ്ങൾക്കതിനെ തരൂ എന്ന് പറഞ്ഞവർ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ ഹർ കർബലാ കെ ബാദ്. ഒരു ബീഫ് തിന്നതിന്റെ പേരിൽ ഒരാൾ അടിച്ചു വന്നിട്ട് കാര്യമില്ല. അവിടെ 100,000 ആളുകൾ അല്ലാഹു അതിന് പകരം കൊണ്ടുവരും. കൊന്നു തീർക്കാൻ പറ്റുന്നതല്ല ഈ ദീൻ.
ഒരു ആലിമിനെ, ഒരു പ്രബോധകനെ, ഒരു പണ്ഡിതനെ തുറങ്കിലടച്ചാൽ തീരുന്നതല്ല അള്ളാഹുവിന്റെ ദീൻ. അതിന് പകരം 1000 ആളുകൾ അള്ളാഹു മറ്റൊരിടത്ത് ഇറക്കിയിട്ടുണ്ടാവും. നബി തങ്ങളുടെ കാലം മുതൽ ഇനി ഖിയാമം വരെ നടക്കാൻ പോകുന്നത് അതാണ്. നമ്മളത് ശരിക്ക് ചരിത്രം വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയെ ബഗ്ദാദിന്റെ തെരുവുകളിൽ കുരിശിൽ തറക്കപ്പെട്ടത് കണ്ടപ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി. തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. സുലിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ. ശരിയായ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ തുറങ്കിലടക്കപ്പെടുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്ത ആളാണ് ഇയാളെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ഈ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു മഹാപണ്ഡിതനെ പരിചയപ്പെടാം. ഇൽമിന് വേണ്ടി സേവനം ചെയ്ത മഹാനുഭാവൻ. ഇത് രസകരമായ അനുഭവം. ഈ മഹാനായ പണ്ഡിതൻ കള്ളനാണ് എന്ന് പറഞ്ഞ് ഒരു കള്ളൻ അദ്ദേഹത്തെ പ്രതിയാക്കിയ ഒരു ചരിത്രമുണ്ട്. അതാ ഇബ്നു അബീ റബാഹ് മുഫ്തി മക്കത വഖാദിഹാ, മക്കയുടെ ഖാദിയും മക്കയുടെ മുഫ്തിയുമായിരുന്ന അതാ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനാണ്. ഖാന ഗുലാമൻ അസ്വദ്, കറുത്തൊരു അടിമയായിരുന്നു. അഫ്തസൽ അംഫ്, മൂക്കൊക്കെ ചപ്പിയ ഒരു ആഫ്രിക്കൻ എത്യോപ്യക്കാരനാണ് അതാ റളിയല്ലാഹു അൻഹു. ഖസീറൽ ഉനുഖി, കഴുത്തൊന്നുമില്ല, അങ്ങനെ കുറുകിയ കഴുത്താണ്, ഹൈറ്റും ഇല്ല. മഹാനവറുകൾ കാന ദമീമൻ, കാണാൻ ഒരു ഭംഗിയുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതല്ല, മക്കയിലെ ഒരു പെണ്ണിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു അതാ എന്നവരെ. അല്ലാഹുവിന്റെ ഇൽമു കൊടുത്തു എന്ന് മാത്രമല്ല, മക്കക്കാർ മുഴുവനും പറഞ്ഞു, ഈ മഹാൻ മതി, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാം. ഫസവ്വദൂ, മഹാനവറുകൾ അവരെ നേതാവായി പ്രഖ്യാപിച്ചു മക്കക്കാരുടെ. അതുകൊണ്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, ലാ യുഫ്താ ഫിൽ ഹജ്ജ്, ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ. ഹജ്ജിന്റെ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആലിമീങ്ങൾ വരും. അവരാരും മക്കയിൽ ഫത്വ കൊടുക്കരുത്. ഹജ്ജിന്റെ സമയത്ത് പോലും അതാ ഇബ്നു അബീ റബാഹ് എന്നവർ കൊടുക്കലാണ് ഫത്വ. വേറെ ആരും ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് ലോക ആലിമീങ്ങൾ അംഗീകരിച്ച വലിയ മഹാനായിട്ട് മാറി. അവരിങ്ങനെ മക്കത്തെ ഹറമിലാ ജീവിച്ചത് 30 കൊല്ലം മക്കത്തെ പള്ളിയിലെ ഹറമിൽ ദർസിൽ പഠിച്ച മഹാനാണ്. അവിടെ സേവനം ചെയ്ത മഹാനാണ് അതാ റളിയല്ലാഹു അൻഹു. നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അന്നത്തെ ഖലീഫ, ആരായി ഖലീഫ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയാം, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫമാർ. അന്നത്തെ ഖലീഫ വന്നിട്ട് അതാ എന്നവരോട് വല്ലതും ചോദിക്കാനിരിക്കുമ്പോൾ അതാ എന്നവരെ നിസ്കരിച്ച് കഴിയുന്നവർ അവിടെ ഇരിക്കും. അതാ എന്നവരെ സലാം വീട്ടിയാൽ ഖലീഫ ചോദിക്കും, അതായെ ഇന്നൊരു വിഷയമുണ്ട്, എന്താണ് ഇതിന്റെ മസ്അല? അതാ തങ്ങൾ മസ്അല പറഞ്ഞു കൊടുക്കും. ഖലീഫ എഴുന്നേറ്റ് പോകും, അല്ലാഹു അക്ബർ, അടുത്ത 2 റക്അത്ത് നിസ്കാരത്തിലേക്ക്. ഒരു ഭരണാധികാരിയുടെ പിന്നാലെ നടക്കുന്നത് ഒരു ആലിമിന് ഭൂഷണമല്ല. ഇത് പഠിപ്പിക്കുകയാണ് അവര്. പണ്ഡിതന്മാർ മുതലാളിമാരുടെ പിന്നാലെ നടക്കേണ്ടവരല്ല. മുതലാളിമാർക്ക് ദീന് വേണമെങ്കിൽ അവർ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നോട്ടെ. ഇങ്ങനെ ഒരു ഇസ്സത്തിന്റെ പാരമ്പര്യം ഈ ഉമ്മത്തിനുണ്ടായിരുന്നു. അതാ റളിയല്ലാഹു അൻഹു ഹറമിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഹറമിലെ പള്ളിയിൽ. ഉംറക്ക് പോയ ഒരുത്തർ കിടന്നുറങ്ങൂലേ? ഉംറക്ക് ചെന്ന് എന്തൊരു ക്ഷീണായിരിക്കും അല്ലേ? ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തുന്നവരെ ആ ക്ഷീണം അറിയില്ല. പെരിയിലെത്തിയ റബ്ബേ, ഞാൻ ഇപ്പൊ എവിടെ, രാവിലെ രാത്രിയാണോ, ഏത് നിസ്കരിക്കാനുള്ളത്, ഒരു ബോധമില്ലാത്തൊരു ഉറക്കം വരുന്നൊരു ക്ഷീണം ഉണ്ടാവാറുണ്ട് ചിലർക്കെങ്കിലും അല്ലേ? ഉംറ കഴിഞ്ഞ് വരുമ്പോ അവിടുന്ന് ആ ഒരു ആവേശത്തിന് അറിയില്ല. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിന്നെ ക്ഷീണം തന്നെ ആയിരിക്കും അല്ലേ? ഉംറ കഴിഞ്ഞ് വന്നാൽ ഉംറക്ക് പോകാത്തൊരു കൈവയ്ക്കട്ടെ, ഇതുവരെ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പാക്കി തരട്ടെ. ഒരു നിയ്യത്ത് മനസ്സിൽ വെച്ചോളൂ. അല്ലാഹു നമുക്ക് വളരെ പെട്ടെന്ന് ഹറമുകളിൽ 2 ഹറമിലും മക്കയിലും മദീനത്തും എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ബാക്കിയുള്ളവരൊക്കെ പോയവരാണ്, അൽഹംദുലില്ലാഹ്. മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ ഇയാൾ കിടക്കുകയാണ്. അയാളുടെ ചെറിയൊരു ബാഗുണ്ട്, ഒരു ബെൽറ്റും ഉണ്ട്, ഒരു പച്ച ബെൽറ്റ് ഉണ്ടല്ലോ നമ്മൾ കാരണന്മാരൊക്കെ കെട്ടണേ.
അന്നത്തെ ഹറമല്ലേ, ഇന്നത്തെ എയർ കണ്ടീഷൻ ഒന്നല്ലല്ലോ. കാറ്റടിച്ചപ്പോ ഇയാളുടെ കുപ്പായങ്ങൾ പൊങ്ങിയപ്പോ ആ ബെൽറ്റ് ഇങ്ങോട്ട് പുറത്ത് കണ്ടപ്പോ അതിന്റെ ഉള്ളിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, 200 ദിർഹം. ആ 200 ദിർഹം ഒരു കള്ളൻ എടുത്തു കൊണ്ടുപോയി. ഹറമില് കള്ളനോ? കള്ളന്മാരെല്ലായിടത്തും ഉണ്ടാവില്ലേ, അവർക്ക് എന്ത് പഠിച്ചോൻ. തവാഫ് ചെയ്യുമ്പോഴേക്കാ പോക്കറ്റ് അടിക്കലെന്നാ കേട്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മൾ വിചാരിക്കും ഹറമല്ലേ, എത്ര ചെരുപ്പ് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ മാറിട്ട് പോവല്ലേ, നല്ലത് കാണും വിട്ടു പോവാണ്. അങ്ങനത്തെ കുറച്ച് കള്ളന്മാരുണ്ട്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ. പെരുന്നാക്കൊക്കെ കട്ടെടുത്തുകൊണ്ടാണ് ആൾക്കാരല്ലേ, അള്ളാഹ്ക്ക് വേണ്ടി പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴേ കട്ടക്കാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം എന്ന് അങ്ങനെ പറയില്ലേ. തീരെ നിസ്കരിക്കാത്തവനൊക്കെ റമദാനെ കഴിഞ്ഞിട്ടൊന്ന് അവസാനം നന്നാക്കിക്കൊണ്ടെന്ന് ചെയ്യുന്നു, വാടോ പെരുന്നാൾ നിസ്കരിക്കാൻ പോര്. നല്ല കുപ്പായ കെട്ട് നല്ല ചെരുപ്പ് കെട്ട് വന്ന് ആദ്യത്തെ നിസ്കരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ ചെരുപ്പ് പോയി, പിന്നെ അവൻ പള്ളിക്ക് വരില്ല. തീരെ നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ച് കൊണ്ടുപോയിരുന്നു മഗ്‌രിബ് നിസ്കരിക്കാൻ. ഇതുണ്ടായതാട്ടോ. അങ്ങനെ എന്താ പരിപാടി? തീരെ നിസ്കരിക്കാൻ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാ. അള്ളാഹു അവർക്കും നമുക്കൊക്കെ പുറത്തു തരട്ടെ, നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആദ്യമായിട്ട് നിസ്കരിക്കാൻ മഗ്‌രിബ് നിസ്കാരത്തിന് കയറ്റി കൊണ്ടുപോവുകയാണ്. 3 റക്അത്താണ് നിസ്കാരം എന്ന് പറഞ്ഞു കൊണ്ടേതാണ്. 3 റക്അത്ത് 3 വട്ടം നിൽക്കലുണ്ടാവട്ടോ, ആയിക്കോട്ടെ ഞങ്ങൾ കാട്ടുന്ന പോലെ കാട്ടിയാൽ മതി, ഒപ്പം നിൽക്കുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ആ മഗ്‌രിബ് നിസ്കാരത്തിന് ഇമാമിന് പേച്ചിട്ട് 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ എല്ലാവരും 3 പറഞ്ഞിട്ടല്ലേ കൊണ്ടേത്, അത് ഇമാമിന് പേച്ചത് ഉണ്ടോ? കഷ്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം തന്നെയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു 3 എന്ന് പറഞ്ഞത് വന്ന് 4 ആയിപ്പോയി. പള്ളികളിലും വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ കള്ളന്മാർക്ക് ഇപ്പോ വേറൊന്നും നോക്കണ്ടല്ലോ, അവർക്ക് മുതൽ മാത്രമല്ലേ നോക്കൂ. എത്ര വലിയ കുറ്റമാണ്, എത്ര വലിയ പാതകമാണ് ഹറമിലൊക്കെ മോഷണം ചെയ്യുന്നത്. പഠിച്ചവനെ അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ. നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ബെൽറ്റിന്റെ ഭാഗത്ത് കാറ്റടിച്ചിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 200 ദിർഹം ഒരു കള്ളൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഉണർന്നു നോക്കുമ്പോ പള്ളിയിൽ ആരുമില്ല. പടച്ചോനെ, എന്റെ പൈസ എവിടെ? നമ്മൾക്ക് ആദ്യം നോക്കുക പാസ്പോർട്ട് എവിടെയെന്നൊക്കെ, ഉറങ്ങിച്ചാലൊക്കെ ഉമ്രക്കൊക്കെ പോയാൽ പാസ്പോർട്ട് ഉണ്ടോ, പൈസ ഉണ്ടോ, പേഴ്സ് ഉണ്ടോ. നോക്കുമ്പോ ഒരൊറ്റ കുട്ടനെ കാണുന്നില്ല, പൈസ പോയിട്ടുണ്ട്. അതാ എന്നവർ നിസ്കരിക്കുകയാണ്. ഇയാൾക്കറിയില്ല ഇത് മക്കയുടെ ഖാദിയാണ് ഈ നിസ്കരിക്കുന്നത്, മുഫ്തിയാണ്. ഇവർക്കറിയില്ല. മൂപ്പര് വിചാരിച്ചു എന്റെ പൈസ അടിച്ചു മാറ്റിയിട്ടേ മിണ്ടാതെ നിസ്കരിക്കുകയാണ്. ചില ആൾക്കാരങ്ങണ്ടാവല്ലോ, പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇയാളങ്ങോട്ട് ചെന്നിട്ട് അതാ ഇബ്നു അബീ റബാഹ് തങ്ങളുടെ തോളിലങ്ങോട്ട് പിടിച്ചിട്ട് നിസ്കാരത്തിൻ്റെ പിടിച്ചു വലിച്ചു. എന്റെ കാശ് മോഷ്ടിച്ചിട്ട് നിസ്കരിക്കാലേ വലിയ ആളായിട്ട് തങ്ങളുടെ നിസ്കാരം ബാത്തിലായി. റഹ്മാനായ റബ്ബേ, എന്തേ നിങ്ങളുടെ വിഷയം? എന്റെ കാശ് മോഷ്ടിച്ചിട്ട് എന്തേന്ന് ചോദിക്കേ. ഒച്ചുണ്ടാക്കല്ലേ, എത്ര കാശങ്ങത് പോയതെന്ന് ചോദിച്ചു. 200 റിയാല്, 200 ദിർഹം. അന്ന് ദിർഹമാണ്, വെള്ളി നാണയം. 200 ദിർഹമാ പോയത്. ഇത് ഞാൻ അടുത്തതെന്ന് വേറെ ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, ഞാനും നിങ്ങൾ തന്നെ അറിയുള്ളൂ. എന്നാൽ ഞാൻ ആരോടും പറയണ്ട, ആ 200 ഞാൻ തരാം വാന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനായ അത്വാ എന്നവര്, അവിടുത്തെ മുദരിസല്ലേ, റൂമുണ്ട്, അവിടെ കൊണ്ടുപോയി അത്വാ എന്നവര് 200 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, സമാധാനായില്ലേ, ഞാരോടും പറയേണ്ട പോയിക്കോളി എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, കെട്ടെടുത്ത ആൾ ഇങ്ങനെ ചെയ്യൂലല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അലിമികളുടെ പ്രത്യേകത, ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ചെരുപ്പിടാൾ അടിച്ചു മാറ്റിക്കൊണ്ടേ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ചെരുപ്പ് വെക്കുന്നതെന്ന് മനസ്സിലായി. നബവി ഇമാമിന്റെ ചെരുപ്പെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നാലെ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. എന്തിനെന്നറിയോ? ഇവിടെ ഒന്ന് നിൽക്ക്, ഇന്നി വഹബ്തുഹാ ലക്, ഈ ചെരുപ്പ് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, ഖബിൽതുഹാ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാണ്. കള്ളം കേൾക്കാതെ ഓടുകയാണ് നബി റളിയല്ലാഹു അൻഹു. പിന്നെ കള്ളം നിൽക്കാഞ്ഞിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, മക്കളെ, എന്റെ ചെരുപ്പ് അവൻ കൊണ്ടുപോയി, നാളെ അള്ളാന്റെ മുമ്പിൽ ഒരു ചെരുപ്പിന്റെ വിഷയത്തിൽ അള്ളാന്റെ കോടതിയിൽ ഇനിയും അവനെ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ അവന് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവന് ദാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് അവനെ കാണുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു ചെരുപ്പിന്റെ വിഷയത്തിലൊക്കെ അള്ളാന്റെ മുമ്പിൽ ഹാജരാക്കുക മോശല്ലേ? ഇനി അവനൊക്കെ ഞാനിത് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് പറയാൻ ഞാൻ പിന്നാലെ ഓടിട്ടോ കേട്ടില്ല, ഓടുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ആലിമീങ്ങൾ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അതാ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നു. നിരപരാധികളായ ആളുകൾ ക്രൂശിക്കപ്പെടുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇയാളോട് ആളുകൾ ചോദിച്ചു, അല്ല എന്തേ ഇപ്പൊ അത്താ എന്നവർ നിങ്ങൾക്ക് തന്നത്?
പറഞ്ഞു എനിക്ക് 200 ദിർഹം തന്നു, എന്റെ പൈസ ഉപരെടുത്ത്. എടോ അത് ആരാ നിനക്കറിയോ? ഇല്ല. അതാണ് അതാ ഇബ്നു അബീ റബാഹ്, മുഫ്തി മക്കത വഖാദിഹാ, അല്ലാഹുവിന്റെ ഹറമായ മക്കയുടെ മുഫ്തിയും മക്കയുടെ ജഡ്ജുമായ ഖാദിയായ അതാ ഇബ്നു അബീ റബാഹാണത്. ആ മഹാനെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഓടി വന്നിട്ട് ഈ മനുഷ്യൻ അന്നവരെ പൊറുക്കണേ, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ഇവിടുത്തെ ഖാദിയാണ്, നിങ്ങളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ. ഞാൻ പറഞ്ഞു അതിനെന്തിന്, ഞാനത് നിങ്ങൾക്ക് തന്നല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോടത് ചോദിക്കേണ്ടത്? എന്നോട് നിങ്ങൾ എന്തിനു മാപ്പ് പറയണം? ഞാൻ നിങ്ങൾക്കത് വിട്ടുതന്നു. ആ 200 ദിർഹം ഇനി നിങ്ങളുടേതാണ്. ഇന്നി വഹബ്തുഹാ ലക് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, അവരെന്ത് ചെയ്യുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ വഴിയിലാണ്. അവരതുകൊണ്ട് ഒരു നന്മയോ ഒരു പ്രശംസയോ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല.